ഇത് സൗണ്ട് എഞ്ചിനീയർക്ക് പറ്റിയ തകരാറ്. സൗണ്ട് എഞ്ചിനീയർ ഒരു തമിഴനാണ്, അയാൾക്ക് മലയാള ഭാഷ അറിയില്ല. അപ്പം അന്ന് പാട്ടെന്ന് പറഞ്ഞാൽ കൃത്യമായ മിനിറ്റുകൾ കൊണ്ട് പാട്ട് തീർക്കണം. ഒരു റെക്കോർഡിൽ ഇത്ര പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് 2.5-3 മിനിറ്റ് കൊണ്ട് തീർക്കണം. അപ്പോൾ ഈ 3 മിനിറ്റ് കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഈ തമിഴനായ സൗണ്ട് എഞ്ചിനീയർ അവസാനത്തെ വരി എടുത്തിട്ട് ഇപ്പുറത്തേക്ക് വെച്ച് കൊടുത്തു. അങ്ങനെ ഒടുവിൽ നീ എത്തുമ്പോൾ മുടിയിൽ ചൂടുവാനായിപ്പോയി ഗാനം. പാട്ടുകാർ പാട്ടുകളിലൂടെ ജീവിക്കുന്നു. പാട്ട് നമ്മളറിയാതെ തേടി വരും. ഒരു പുസ്തകം വായിക്കുന്നത് പോലെയല്ല. പുസ്തകം വായിക്കാൻ നമ്മൾ പുസ്തകം കയ്യിലെടുക്കണം. പക്ഷെ പാട്ട് അങ്ങനെയല്ല. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഏതെങ്കിലും ഒരിടത്തിൽ നമ്മളെ തേടി വ്യോമമാർഗമോ അല്ലെങ്കിൽ റേഡിയോ മാർഗമോ പാട്ട് വന്നേക്കാം. അപ്പോൾ നമുക്കത് ആദരപ്പെടുത്തുന്ന, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന, മധുരിക്കുന്ന ഒരനുഭവമായിട്ട് മാറും. ഞങ്ങളുടെ തലമുറ കേട്ട് ശീലിച്ച പാട്ടുകളുടെ ഉടമയാണ് ബ്രഹ്മാനന്ദൻ. 1969 ഞങ്ങളൊക്കെ സ്കൂൾ വിദ്യാർത്ഥിയായ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് അദ്ദേഹം കള്ളിച്ചെല്ലമ്മ എന്നുള്ള സിനിമയിലൂടെ വളരെ പോപ്പുലറായ ഒരു പാട്ടിലൂടെ ഗേരാഗോ മാഷയുടെ സംഗീതത്തിൽ, ഭാസ്കരൻ മാഷയുടെ രചനയിൽ മലയാളികളെ കീഴടക്കിയത് ഒറ്റപ്പാട്ടുകൊണ്ട്. ബ്രഹ്മാനന്ദനെ കാണുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു വലിയ ആവേശമായിരുന്നു. വളരെ ദൂരെ നിന്ന് എൻ്റെ നാട്ടിലെ ഒരു അമ്പലപ്പറമ്പിൽ അദ്ദേഹത്തെ കണ്ട ആ വിദൂരമായ ഓർമ്മ ഞാനിപ്പോൾ അയവിറക്കുകയാണ്. അത്രയേറെ ജനസഹസ്രമായിരുന്നു ആ അമ്പലപ്പറമ്പിൽ ഈ മനുഷ്യൻ്റെ പാട്ടുകൾ കേൾക്കാൻ. അദ്ദേഹം അന്ന് 3-4 പാട്ടുകൾ മാത്രമേ സ്വന്തമായിട്ട് പാടിയിട്ടുള്ളൂ. ബാക്കി പാട്ടുകളൊക്കെ മറ്റുള്ളവരുടെ പാടിക്കൊണ്ട് അദ്ദേഹം അപാരമായ ഒരു ഗാനമേള നടത്തുകയായിരുന്നു. ഞങ്ങളൊക്കെ ഈ ദൂരെ നിന്ന് ഈ തിക്കും തിരക്കുമൊക്കെ അനുഭവിച്ചുകൊണ്ട് കണ്ട ഒരനുഭവം. ബ്രഹ്മാനന്ദൻ എന്നുള്ള പാട്ടുകാരനായി അധികം ഇടപെടുകാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. 2-3 തവണയെ കണ്ടിട്ടുള്ളൂ, സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തെ തൊടുന്ന, അദ്ദേഹത്തെ അറിയുന്ന അനുഭവം പിന്നീട് ഉണ്ടാകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ രാകേഷിലൂടെയാണ്. രാകേഷ് എൻ്റെ കുടുംബ സുഹൃത്താണ്, എൻ്റെ അനുജനാണ്. രാകേഷ് സിനിമയിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു, നടൻ കൂടിയാണ്. ധാരാളമായി ഇപ്പോൾ അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ. ഈ ക്ഷണം സ്വീകരിച്ച് കരുനാഗപ്പള്ളിയിലെ ജനതയുടെ മുമ്പാകെ പാടാനെത്തിയ, അച്ഛൻ്റെ പാട്ടുകൾ പാടാനെത്തിയ, നമ്മളെ ബ്രഹ്മാനന്ദത്തിൽ നിമഗ്നരാക്കാൻ വേണ്ടി എത്തിയ രാകേഷിന് ആദ്യമേ ഞാൻ സ്വാഗതവും നന്ദിയും അറിയിക്കുന്നു. കള്ളിച്ചില്ലമ്മയിലെ ആ പാട്ട് ബ്രഹ്മാനന്ദൻ ചേട്ടൻ്റെ ആദ്യത്തെ പാട്ട് നമുക്ക് അവിടെ ആരംഭിക്കാം. ജീവിതത്തിൽ ഓർക്കാൻ പറ്റുന്ന ഒരു ദിവസമായി ഈ ദിവസം മാറുന്നു. എൻ്റെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ ഞാൻ കാണുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ എന്നെ കൂടെ കൂട്ടി ഒപ്പം നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട സുധീഷേട്ടനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരും ഇവിടെ പാട്ടുകൾ കേൾക്കാൻ എത്തിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാട്ടുകളിലേക്ക് കടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കുറച്ച് കുഞ്ഞു കഥകൾ ഞാൻ പറയാം. 1969 അച്ഛൻ ആദ്യമായി സിനിമയിൽ പാടുന്നത്. പി ഭാസ്കരൻ മാഷിൻ്റെ വരികൾക്ക് കെ രാഘവൻ മാഷിൻ്റെ സംഗീതത്തിൽ പുറത്തിറങ്ങിയ അച്ഛൻ്റെ ആദ്യ ഗാനം. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു, താമര കളിത്തോണി. മാനത്തെ കായലിൻ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നെടുത്തു, താമര കളിത്തോണി. ഞാൻ ജീവിതത്തിൽ ഒരേ ഒരു പാട്ടുകാരനെ മാത്രമേ കാലിൽ തൊട്ട് വന്ദിച്ചിട്ടുള്ളൂ. അത് ബ്രഹ്മാനന്ദനെ.
ഞാൻ തൊട്ട് വന്നിച്ചപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടിട്ട് എന്താ ഈ കാണിക്കുന്നത് എന്നോട് ചോദിച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കും. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂ നീരാനിറങ്ങി വന്നു നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. തങ്കം നിനക്കുള്ള പിച്ചകമാലയുമായി സംക്രമപ്പൂ നീരാനിറങ്ങി വന്നു നിൻ കിളിവാതിലിൽ പതുങ്ങി നിന്നു. മയക്കമെന്തേ 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 മെരുക്കിയാൽ മെരുങ്ങാത്ത മാൻകിടാവേ മാനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമരക്കളിത്തോണി വന്നടുത്തു താമരക്കളിത്തോണി. യേശുദാസനും ജയചന്ദ്രനും ഇടയിൽ വ്യത്യസ്തമായ ഒരു ശബ്ദവുമായി നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമായിരുന്നു അന്നത്തെ മലയാള സിനിമയിൽ. പക്ഷേ തൻ്റെ ആദ്യത്തെ ഗാനം കൊണ്ട് തന്നെ ബ്രഹ്മാനന്ദൻ ആ സ്ഥാനം നേടിയെടുത്തു. വ്യത്യസ്തമായ ശബ്ദം കൊണ്ടും ആലാപനം കൊണ്ടും നാദവിസ്തൃതി കൊണ്ടും മലയാളികളെ അത്ഭുതപ്പെടുത്തിയ പാട്ടുകാരനാണ് ബ്രഹ്മാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളൊക്കെ നമ്മുടെ നെഞ്ചിലുണ്ടെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് വലിയ പഠനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഗായകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വലിയ ആദരവോ അംഗീകാരങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നാം ഓർമ്മിക്കുന്നു, ആ ഓർമ്മയാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ സ്മാരകം. പലപ്പോഴും അന്നത്തെ പാട്ടുകളിൽ നിന്നാണ് എന്നെപ്പോലുള്ള ആളുകൾ ഭാഷ പഠിച്ചത്, വാക്കുകൾ പഠിച്ചത്. കാരണം അന്നത്തെ പാട്ടുകളൊക്കെ കവികൾ എഴുതിയ പാട്ടുകളാണ്. വയലാറിനെ പോലെ, ONV പോലെ, P. ഭാസ്കരനെ പോലെ, ശ്രീകുമാര തമ്പിയെ പോലെയുള്ള ആളുകൾ എഴുതിയ പാട്ടുകളിൽ നിന്ന് അപരിതമായ വാക്കുകൾ എത്രയോ ഏറെ ഞാൻ പഠിച്ചിട്ടുണ്ട്. കാരണം അന്ന് ശബ്ദധാരാവലി ഒന്നും കയ്യിലില്ല, അതൊന്നും നോക്കാനുള്ള പ്രാപ്തിയുമില്ല. അങ്ങനെ ഒരു വാക്കാണ് നീല നിശീഥിനി എന്നുള്ള വാക്ക്. നിശീഥിനി രാത്രിയാണ്. നീല നിശീഥിനിയുടെ നീല നിറമുള്ള രാത്രിയുടെ മേടയിൽ നിന്മണിയറയിൽ അവളെ കാത്തിരിക്കുന്ന നിദ്രാവിഹീനയായി അവളെ കാത്തിരിക്കുന്ന ഒരു കാമുകൻ്റെ പാരവശ്യം ശ്രീകുമാരൻ തമ്പി എഴുതി. ആ പാട്ട് എവിടെ കേട്ടാലും നമ്മളൊന്ന് നിന്നുപോകും. ആ പാട്ട് നമ്മുടെ കാതിലൂടെ നെഞ്ചിലിറങ്ങിയതിന് ശേഷവും നമ്മളത് ആ നീലനിശീഥിനിയുടെ സൗകുമാര്യം ഓർത്തെടുക്കും. നീലനിശീഥിനി നിന്മണി മേടയിൽ നിദ്രാവിഹീനയായി നിന്നു നിന്നി മലർവാടിയിൽ നീറുമോരോർമ്മ പോൽ നിർമ്മലേ ഞാൻ കാത്തു നിന്നു 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 ഞാൻ കാത്തു നിന്നു. നീലനിശീഥിനി നിന്മണി മേടയിൽ നിദ്രാവിഹീനയായി നിന്നു നിന്നി മലർവാടിയിൽ നീറുമോരോർമ്മ പോൽ നിർമ്മലേ ഞാൻ കാത്തു നിന്നു 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 ഞാൻ കാത്തു നിന്നു. C.D. നസീർ എന്നുള്ള അന്നത്തെ ഒരു ഇടിപ്പടത്തിലാണ് ഈ പാട്ടുള്ളത്.
അന്നത്തെ നിത്യകാമുകന്മാരൊന്നുമല്ല സിനിമയിൽ ഈ പാട്ട് പാടിയത്. റനസീറല്ല, സത്യമാഷല്ല, മറിച്ച് KP ഉമ്മർ എന്നുള്ള വില്ലനാണ്. എന്നിട്ടും ആ പാട്ട് ജനങ്ങൾ കയ്യിലെടുത്തു. നിന്മണി മേടയിൽ നിദ്രാവിഹീനയായി നിന്നു, നിന്മലർവാടിയിൽ നീർമൊരോർമ്മ പോൽ നിർമ്മലേ ഞാൻ കാത്തു നിന്നു 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 ഞാൻ കാത്തു നിന്നു. അച്ഛൻ്റെ ശബ്ദം അതുപോലെ അനുഗ്രഹീതമായി ലഭിച്ച പാട്ടുകാരനാണ്, ഭാഗ്യവാനാണ് രാകേഷ്. 95ഓളം സിനിമകളിൽ മാത്രമേ ബ്രഹ്മാനന്ദൻ ചേട്ടൻ പാടിയിട്ടുള്ളൂ. പക്ഷെ പാടിയ പാട്ടുകളൊക്കെ അനശ്വരായിരുന്നു. പാടിയ പാട്ടുകളിലൊക്കെ തൻ്റെ ഒരു മുദ്ര സ്ഥാപിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം ഒരു നിശബ്ദ ജീവിയായിരുന്നു. തള്ളിക്കയറാനൊന്നും പോയില്ല. വാണിജ്യ സിനിമയുടെ കുതന്ത്രങ്ങൾക്കൊന്നും അദ്ദേഹം വഴങ്ങിയില്ല. തന്നെ തേടി വരുന്ന പാട്ടുകൾ മാത്രം അദ്ദേഹം പാടി. ഒരിക്കൽ ഒരു ഓണത്തിന് മലയാളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രണയഗാനങ്ങൾ അവതരിപ്പിക്കുവാൻ ആകാശവാണി എന്നെ വിളിച്ചപ്പോൾ ആദ്യം അവതരിപ്പിച്ച പ്രണയഗാനം ബ്രഹ്മാനന്ദൻ ചേട്ടൻ്റെ ഒരു പാട്ടാണ്. പ്രിയമുള്ളവളെ, നിനക്ക് വേണ്ടി പിന്നെയും നവ സ്വപ്നോപഹാരം ഒരുക്കി. എൻ്റെ അച്ഛൻ്റെ മരണത്തിന് ശേഷം കോഴിക്കോട്ട് സംഘടിപ്പിച്ച അവിടുത്തെ സുഹൃത്തുക്കൾ, അച്ഛനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ കൂടി സംഘടിപ്പിച്ച ഒരു അനുസ്മരണ പരിപാടിക്കാണ് ഞാൻ ആദ്യമായി കോഴിക്കോട് എത്തുന്നത്. ആ പരിപാടി സംഘടിപ്പിച്ചത് സുധീഷ് ഏട്ടനാണ്. ഇപ്പം എൻ്റെ അറിവിൻ്റെ പരിമിതി അല്ലെങ്കിൽ എനിക്ക് അത്രയും അനുഭവം ഇല്ലാത്തതുകൊണ്ട്, സാഹിത്യപരമായ അനുഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം വിളിച്ചത് സുധീർ ഏട്ടൻ എന്നാണ്. സുധീഷ് ഏട്ടനെ തിരുത്തിയല്ല, സുധീറല്ല, സുധീഷാണ്. അപ്പം ഞാൻ ഈ VR സുധീഷ് എന്ന എഴുത്തുകാരനെ കുറിച്ച് ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പല വ്യക്തികളിൽ നിന്നും, അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ നിന്നൊക്കെ. വടക്കൻ കേരളത്തിലെ ഒരുപാട് സൗഹൃദങ്ങൾ എനിക്ക് കാട്ടിത്തന്നതും തുറന്നു തന്നതുമൊക്കെ സുധീഷ് ഏട്ടനാണ്. അങ്ങനെ ഞാൻ ആ അനുസ്മരണ പരിപാടിയിൽ പാടി പുറത്തിറങ്ങുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, എൻ്റെ അച്ഛനെ ഇഷ്ടപ്പെടുന്ന, അച്ഛൻ്റെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന, അച്ഛൻ്റെ ശബ്ദത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. പ്രിയമുള്ളവളേ, പ്രിയമുള്ളവളേ, നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളേ, നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളേ. വിശുദ്ധയായി വിടർന്നു നീ എൻ്റെ വികാര രാജാങ്കണത്തിൽ എന്ന് പാടുമ്പോൾ ബ്രഹ്മാനന്ദൻ എന്ന പാട്ടുകാരൻ ഒരു വികാരത്തിൻ്റെ രാജാങ്കണം തന്നെ വിടർത്തുകയാണ്. അത് ആലാപനത്തിൻ്റെ വലിയൊരു മിടുക്കാണത്. നമ്മുടെ പല പാട്ടുകാർക്കും കിട്ടാത്ത ഒരു മിടുക്കാണത്. ഒരു രാജാങ്കണം സൃഷ്ടിക്കുക, ഒരു വിസ്തൃതി സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതാണ് ആ പാട്ടുകാരൻ്റെ വലിയൊരു വൈദഗ്ധ്യം എന്ന് പറയുന്നത്, വലിയൊരു മേന്മ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ എല്ലാ മറ്റു പാട്ടുകാർക്കും ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെയൊക്കെ സൗഹൃദ സദസ്സിൽ വല്ലപ്പോഴും കിട്ടുന്നൊരു ഭാഗ്യമാണ് കഴിഞ്ഞ വർഷം മരിച്ചുപോയ, ക്രിസ്മസിനോടനുബന്ധിച്ച് മരിച്ചുപോയ ജയചന്ദ്രൻ എന്നുള്ള ഞങ്ങളുടെ ജയേട്ടൻ. അദ്ദേഹം ആരുടെ പാട്ടും പാടും.
നമ്മുടെ പാട്ടുകാരുടെ ഒരു വലിയ കുഴപ്പം അവർ പാടിയ പാട്ടുകൾ മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ ജയേട്ടൻ അങ്ങനെയില്ല. ജയേട്ടൻ ആരുടെ പാട്ടും പാടും. അദ്ദേഹം യേശുദാസിൻ്റെ പാട്ട് പാടും, അദ്ദേഹം കമുകറയുടെ പാട്ട് പാടും, അദ്ദേഹം ബ്രഹ്മാനന്ദൻ്റെ പാട്ട് പാടും, സുശീലാമ്മയുടെയും റഫിയുടെയും ഒക്കെ ഈ പാട്ടുകൾ പാടും. അപ്പം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രഹ്മാനന്ദൻ ഗാനമാണ് താരകരൂപിണി നീ എന്നും എന്നോട് ഭവന രോമാഞ്ചമായിരിക്കുന്ന പാട്ട്. താരകരൂപിണി നീ എന്നും എന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും. താരകരൂപിണി നീ എന്നും എന്നുടെ ഭാവന രോമാഞ്ചമായിരിക്കും. ഏകാന്ത ചിന്തതൻ ചില്ലയിൽ പൂവിടും ഏഴിലം മാലപ്പൂവായിരിക്കും. താരകരൂപിണി. സംഗീതം നൽകിയത് സ്വാമിയാണ്, ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. ദക്ഷിണാമൂർത്തി സ്വാമിയോട് ഒരിക്കൽ ഒരു ആരാധകനായ ശിഷ്യൻ ചോദിച്ചു, സ്വാമി എല്ലാവരെ കൊണ്ടും മലയാളത്തിൽ പാടിച്ചു, സ്വാമിക്ക് ഏറ്റവും സംതൃപ്തി നൽകിയ പാട്ടുകാരൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞ മറുപടി യേശുദാസ് എന്നല്ല, ജയചന്ദ്രൻ എന്നല്ല, പറഞ്ഞ മറുപടി ബ്രഹ്മാനന്ദൻ എന്നാണ്. നിദ്ര തന്നീരത നീലവിഹായസിൽ നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും. നിദ്ര തന്നീരത നീലവിഹായസിൽ നിത്യവും നീ പൂത്തു മിന്നി നിൽക്കും. സ്വപ്ന നക്ഷത്രമേ നിൻ ചിരിയിൽ സ്വർഗ ചിത്രങ്ങളെന്നും ഞാൻ കണ്ടു നിൽക്കും. താരകരൂപിണി. ഒരിക്കൽ കോഴിക്കോട് ടൗൺ ഹാളിൽ അല്ല മറ്റൊരു ഹാളിൽ ഒരു ഇങ്ങനെ ബ്രഹ്മാനന്ദനെ അനുസ്മരിച്ചുകൊണ്ട് രാകേഷ് പാടുകയാണ്, അച്ഛൻ്റെ പാട്ടുകൾ പാടുകയാണ്. അതിലൊരു പാട്ട് നിങ്ങൾക്കറിയാം, കനകം മൂലം ദുഃഖം, കാമിനി മൂലം ദുഃഖം, കണ്ണില്ലാഞ്ഞിട്ടും ദുഃഖം, കണ്ണുണ്ടായിട്ടും ദുഃഖം, ദുഃഖമയം ദുഃഖമയം ഈ ജീവിതം എന്നുള്ള പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ മുൻവശത്തെ ഒഴിഞ്ഞ ഇടത്തിലൂടെ പ്രായം ചെന്നൊരു മനുഷ്യൻ ഇങ്ങനെ നൃത്തമാടിക്കൊണ്ട് ഈ പാട്ടിന് ചുവട് വെച്ച് പോയ ഒരു കാഴ്ച ഞാൻ കാണുകയുണ്ട്. അതൊരു നൃത്തഗാനമല്ല, അതൊരു ശോകഗാനമാണ്. പക്ഷെ ആ ശോകഗാനത്തിൽ അദ്ദേഹം എന്തോ കണ്ടു. അദ്ദേഹം അന്ധനാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇങ്ങനെ നൃത്തം വെക്കുകയാണ്. കനകം മൂലം ദുഃഖം, കാമിനി മൂലം ദുഃഖം എന്ന് പറഞ്ഞ് നൃത്തം വെച്ച് ഇങ്ങനെ പോകുമ്പോൾ രാകേഷ് എന്നെ അത്ഭുതമായി. രാകേഷ്, ഈ പാട്ടിന് ഇങ്ങനെയും ഒരു സാധ്യതയുണ്ടോ എന്ന് രാകേഷ് ചോദിക്കുകയുണ്ടായി. ഞാൻ പാടിയപ്പോൾ അതൊരു സന്തോഷമുള്ള പാട്ടായിട്ട് മാറി. കനകം മൂലം ദുഃഖമല്ലേ, കാമിനി മൂലം ദുഃഖമല്ലേ അല്ലേ? ഈശ്വരൻ മറ്റൊരു ലോകത്താണെന്ന് വിശ്വസിക്കുന്നവരെ വെറുതെ വിശ്വസിക്കുന്നവരെ, ഈശ്വരൻ മറ്റൊരു ലോകത്താണെന്ന് വിശ്വസിക്കുന്നവരെ, വെറുതെ വിശ്വസിക്കുന്നവരെ, ഇവിടെ തന്നെ ദൈവവും ചെകുത്താനും ഇവിടെ തന്നെ രണ്ടും കണ്ടിട്ടുള്ളവരല്ലോ തിണ്ടികൾ ഞങ്ങൾ. കനകം മൂലം ദുഃഖം, കാമിനി മൂലം ദുഃഖം, കണ്ണുണ്ടായിട്ടും ദുഃഖം, കണ്ണില്ലാഞ്ഞിട്ടും ദുഃഖം, ദുഃഖമയം 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 ജീവിതം. ഒരു പുഷ്പം മാത്രം
ചൂടിക്കും ഞാൻ. ഒരു പുഷ്പം മാത്രം, എന്താ അടുത്ത വരി? കുലയിൽ നിർത്താൻ ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രം ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. അത് എത്രയോ ആളുകൾ എഴുതിയ വരികളാണ്, എത്രയോ ആളുകൾ ഓട്ടോഗ്രാഫിൽ എഴുതിയ വരികളാണ്. പക്ഷെ ആ പാട്ട് ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പോഴും ആ പാട്ട് റെക്കോർഡിൽ കേൾക്കുമ്പോൾ അറിയാം, ആ പാട്ടിൽ ഒരു വലിയ അപകടം പറ്റിയിട്ടുണ്ട്, തെറ്റ് പറ്റിയിട്ടുണ്ട്. ഒരു പുഷ്പം മാത്രം പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഓക്കെയാണ്. പാട്ട് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ഗാനം മാത്രം ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. അങ്ങനെ ചൂടിക്കുവാൻ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിക്കുന്നത്. ഇത് യേശുദാസിനെ പറ്റിയ തകരാറല്ല, ഇത് സൗണ്ട് എഞ്ചിനീയർക്ക് പറ്റിയ തകരാറ്. സൗണ്ട് എഞ്ചിനീയർ ഒരു തമിഴനായിരുന്നു, അയാൾക്ക് മലയാള ഭാഷ അറിയില്ല. അപ്പം അന്ന് പാട്ടെന്ന് പറഞ്ഞാൽ കൃത്യമായ മിനിറ്റുകൾ കൊണ്ട് പാട്ട് തീർക്കണം. ഒരു റെക്കോർഡിൽ ഇത്ര പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് 2.5-3 മിനിറ്റ് കൊണ്ട് തീർക്കണം. അപ്പോൾ ഈ 3 മിനിറ്റ് കൊണ്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഈ തമിഴനായ സൗണ്ട് എഞ്ചിനീയർ അവസാനത്തെ വരി എടുത്തിട്ട് ഇപ്പുറത്തേക്ക് വെച്ച് കൊടുത്തു. അങ്ങനെ ഒടുവിൽ നീ എത്തുമ്പോൾ മുടിയിൽ ചൂടുവാനായിപ്പോയി ഗാനം. ഇതാരും ശ്രദ്ധിച്ചില്ല, പാട്ട് വായുവിലേക്ക് പോയി. പക്ഷേ നമുക്കൊരു കുഴപ്പമില്ല, നമ്മളിപ്പോഴും ആ പാട്ട് പാടിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും ആ പാട്ടിൽ നമ്മൾ ഒരു കാലത്തെ ഓർമ്മിക്കുന്നു, ഒരു കാലത്തിൻ്റെ പ്രിയ സഖിയെ ഓർമ്മിക്കുന്നു. ഒരു പുഷ്പം മാത്രമിൻ, ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താൻ ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമിൻ, ഒരു ഗാനം മാത്രമിൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താൻ ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമിൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതിഗൂഢമെന്നുടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതിഗൂഢമെന്നുടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ. പുഷ്പത്തിൻ തൽപ്പമർന്ന് ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ.